സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോതാലിക് ആയിട്ടുള്ള സ്പീഷീസുകളുണ്ട്, ഹെറ്ററോതാലിക് ആയിട്ടുള്ള സ്പീഷീസുകളുണ്ട്. മെയിൽ സെക്സ് ഓർഗൻസിനെ ആന്ത്രഡിയ എന്നും ഫീമെയിൽ സെക്സ് ഓർഗൻസിനെ ആർക്കിഗോണിയ എന്നുമാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഈ സെക്സ് ഓർഗൻസ് എവിടെയാണ് കാണാൻ പറ്റുക? നമുക്ക് ഈ താലസിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ മാത്രം കാണാൻ പറ്റുന്നതാണ് സെക്സ് ഓർഗൻസ് എന്ന് പറയുന്നത്. സോ സെക്സ് ഓർഗൻസ് ആർ എംബഡഡ് വിത്തിൻ ദ താലസ്. താലസിനകത്ത് എംബഡ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ ഇതൊരു താലസ് ആണെന്നുവെച്ചെങ്കിൽ ആ താലസിൻ്റെ അകത്താണ് ഇത് എന്ത് കാണപ്പെടുന്നത്? സെക്സ് ഓർഗൻസിനെ കാണപ്പെടുന്നത്. ഈ സെക്സ് ഓർഗൻസിന് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക? അഥവാ മിഡ്രിബുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഫറോ ഇല്ലേ, ആ റീജിയനിലാണ്, എലോങ് ദാറ്റ് മിഡ്രിബാണ് മെയിൽ സെക്സ് ഓർഗൻസും ആയിട്ടുള്ള ആന്ത്രഡിയയും ആർക്കിഗോണിയ, ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആയിട്ടുള്ള ആർക്കിഗോണിയയും കാണാൻ പറ്റുക ആ ലൈൻ ചെയ്തിട്ടുള്ള രീതിയിൽ. സോ ബേസ് മുതൽ അപ്പെക്സ് വരെ ഇങ്ങനെ സെക്ഷൽ ഓർഗൻസ് കാണാൻ പറ്റും. അപ്പോൾ ആന്ത്രഡിയും ആർക്കിഗോണിയും ഹോമോതാലിക് ആയിട്ടുള്ള സ്പീഷീസ് ആണെച്ചെങ്കിലാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് കാണാൻ പറ്റുക. ആന്ത്രഡിയാണ് മെയിൽ സെക്സ് ഓർഗൻ, ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയ. സോ ബോത്ത് ക്യാൻ ബി സീൻ ഇൻസൈഡ് a cavity which are respectively called as antheridial chamber if the reproductive structure is antheridia, then archegonial chamber if the reproductive structure is archegonia. So first of all, what is how antheridia will be look like? So antheridia ennu parayunnathu which is the male reproductive structure, okay, which is seen inside a cavity, which that cavity is known as antheridial chamber. ഈ ഒരു ക്യാവിറ്റിയാണ് ആന്ത്രഡിയൽ ചാമ്പർ എന്ന് പറയുന്നത്. ആൻഡ് ആന്ത്രഡിയുടെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗ്ലോബുലാർ, ക്ലബ് ഷേപ്ഡ്, സ്റ്റോക്ക്ഡ് ആൻഡ് വിച്ച് ഓപ്പൺസ് ഔട്ട് ത്രൂ എ സ്മോൾ പോർ വിച്ച് ഇസ് നോൺ ആസ് ഓസ്റ്റിയോൾ. ഇതിനെയാണ് ഓസ്റ്റിയോൾ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദി ആന്ത്രഡിയൽ ചാമ്പർ ആൻഡ് ദിസ് റെപ്രസെന്റ്സ് ദ റെഡ് കളേർഡ് വൺ വിച്ച് covers the fertile mass of antheridia which is known as sterile jacket. This red colored one represents the sterile jacket. Inner, it encloses a mass of cells which are fertile and are known as androgonial cell. So this is the stalk. So in an antheridia you can see a short stalk, a sterile jacket and a fertile mass which is known as androgonial cell, which later metamorphose into ആന്ത്രോസോയിഡ് ആയിട്ട് മാറും. ഓക്കെ, സോ കമ്മിങ് ടു ദ സ്ട്രക്ചർ ഓഫ് ആർക്കിഗോണിയ, അഗെയിൻ ഇറ്റ് ഈസ് ഓൾസോ സിറ്റുവേറ്റഡ് ഇൻസൈഡ് എ ക്യാവിറ്റി വിച്ച് ഇസ് നോൺ ആസ് ആർക്കിഗോണിയൽ ചാമ്പർ. ദിസ് ആർക്കിഗോണിയൽ ചാമ്പർ, കമ്മിങ് ടു ദ സ്ട്രക്ചർ ഓഫ് ദി ആർക്കിഗോണിയ, ഇറ്റ് ഹാസ് two parts, a basal swollen region which is known as venter and a short upward region, short projecting region is there which is known as neck. So this region represents the neck and this region represents venter. So coming to the cells, neck region is lined by this red colored cells and this cells are known as neck cells. The lining of the cells of neck, നെക്കിനെ ലൈൻ ചെയ്ത് കാണപ്പെടുന്ന സെൽസിനെ നെക്ക് സെൽസ് എന്ന് പറയുന്നു. വെന്ററിലുള്ള ഈ വെന്ററിലെ ലൈൻ ചെയ്തിട്ട് കാണപ്പെടുന്ന സെൽസിനെ വെന്റർ സെൽസ് എന്നറിയപ്പെടുന്നു. വെന്റർ സെൽസ് ആൻഡ് നെക്ക് സെൽസ്. ആൻഡ് ദിസ് നെക്ക് ആൻഡ് വെന്റർ എൻക്ലോസസ് എ ക്യാവിറ്റി ആൻഡ് ദ സെൽസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ക്യാവിറ്റി ഓർ കനാൽ വിച്ച് ഇസ് നോൺ ആസ്, if the cells are in the neck region then it is known as neck canal cells. And this black colored one represents the neck canal cells. And the cells inside the venter is known as venter canal cells and an egg. So this is the structure, and externally which the whole structure which is covered by cover cells. Number of neck canal cells is 4 to 6 in the case of Rixia. റിക്സിയുടെ ആർക്കിഗോണിയത്തിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 4 to 6 ആണ് ഈ നെക്ക് കനാൽ സെൽസിന്റെ എണ്ണം. നെക്ക് സെൽസിന്റെ അല്ല, നെക്ക് കനാൽ സെൽസിന്റെ. വെന്റർ കനാൽ സെൽ വിൽ ബി ഓൾവേസ് 1 ആൻഡ് എഗ്ഗും എങ്ങനെയായിരിക്കും? ഓൾവേസ് 1 ആയിരിക്കും. സോ കവർ സെൽസിന്റെ എണ്ണം വ്യത്യാസപ്പെടാം. അപ്പോൾ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ആർക്കിഗോണിയ. കമ്മിങ് ടു ദ ഫെർട്ടിലൈസേഷൻ, വാട്ട് വിൽ ഹാപ്പൻ? ദിസ് ആൻഡ്രോഗോണിയൽ സെൽ later mature and metamorphose into
ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള ആന്ത്രോസോയിഡ്സ്. ആന്ത്രോസോയിഡ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ടർ റീച്ചസ് ദി ഓസ്റ്റിയോൾ or the opening of archegonial chamber, and this at the time of fertilization what will happen? This cover cells will open and move apart, and cover cells poi and neck canal cells along with this Venter canal cell degenerate and forms a mucilage, watery medium. Okay, through this watery medium, Androzoids swims and finds egg where fertilization happens. So fertilization will result in the formation of a zygote. So zygote, which is the diploid stage, which represents the starting stage of next generation, which is known as sporophytic generation. Okay, so zygote divides transversely to form two cells. These cells will undergo additional division. ഈ ട്രാൻസ്വേഴ്സ് എന്നുള്ളത് ഇങ്ങനെ ഒരു ഡിവിഷനും കൂടി ആയിക്കഴിഞ്ഞാൽ ഒരു ക്രോസ് അല്ലേ, ഒരു ക്വാഡ്രന്റ് എംബ്രിയോ ഉണ്ടാവും, 4 സെൽസ് ഉള്ള. This will undergo multiple division, many more division will undergo many more division to form a mass of cells. അങ്ങനെ ഒരുപാട് സെൽസ് ഉണ്ടായതാണ് ഈ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഈ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള മെനി സെൽസിൽ ഔട്ടർ മോസ്റ്റ് ലെയറിലുള്ള സെൽസിനെ പറയുന്ന പേരാണ് ആംഫിതീസിയം. ഇന്നറിലുള്ള ഈ സെൽസിനെയാണ് എൻഡോതീസിയം എന്ന് പറയുന്നത്. ആംഫിതീസിയം സ്റ്റെറൈലും എൻഡോതീസിയം ഫെർട്ടൈലുമാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന സ്ട്രക്ചറാണ് ഇതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ അഥവാ സ്പോറോഫൈറ്റിക് ജനറേഷൻ എന്ന് പറയുന്നത്. സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർ ബിയറിംഗ് പാർട്ട്, പ്ലാൻ പാർട്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോറോഫൈറ്റിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്പോറോഫൈറ്റിന് മെനി പാർട്ടുകൾ ഉണ്ടാവാം, ഫൂട്ട് ഉണ്ടാവാം, സീറ്റ് ഉണ്ടാവാം, ക്യാപ്സ്യൂൾ, അങ്ങനത്തെ കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ റിക്സിയുടെ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സിമ്പിൾ സ്പോറോഫൈറ്റ് വിച്ച് ഹാസ് എ സ്പോർ സാക്ക് ഓൺലി. അതിനൊരു സ്പോർ സാക്ക് മാത്രമേ ഉള്ളൂ, ഫൂട്ടും സീറ്റും ആബ്സെൻ്റ് ആണ്. അപ്പോൾ എന്താ സ്പോറോഫൈറ്റ്? ആൻജിയോസ്പേമിൻ്റെ ഒരു പ്ലാന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വാട്ട് യു ക്യാൻ സീ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലാന്റ്. ഒരു പ്ലാന്റ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ആ പ്ലാന്റിന് യു ക്യാൻ സീ ലീഫ്, പിന്നെ എന്തൊക്കെ കാണാൻ പറ്റും? ഫ്ലവറും കാണാൻ പറ്റും, വിച്ച് ഇസ് എ സ്പോറോഫൈറ്റ്. ഇപ്പോൾ റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീഫ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അതേപോലെ ഒരു സിംപ്ലർ ആയിട്ടുള്ള ഒരു സ്പോറോഫൈറ്റ് ആണ് ആർക്കുള്ളത്? ഈ ഹോൾ ബ്രയോഫൈറ്റ്സിനുള്ളത്. അതിൽ തന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ആണ് ആർക്കുള്ളത്? അപ്പോൾ സ്പോറോഫൈറ്റിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിലുള്ള സ്പോറോഫൈറ്റ്, ആൻജിയോസ്പേം എന്ന് പറയുന്നതൊക്കെ ഒരു അഡ്വാൻസ്ഡ് സ്പോറോഫൈറ്റ് ആണ് അല്ലേ? ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു സ്പോറോഫൈറ്റിന് നമുക്കൊരു ഫൂട്ടെന്നും സീറ്റെന്നും ക്യാപ്സ്യൂൾ എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതാണ് പറയാൻ പോകുന്നത്. ഫൂട്ട് ഉണ്ടാവും, സീറ്റ് ഉണ്ടാവും, ക്യാപ്സ്യൂൾ ഉണ്ടാവും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് റിക്സിയ യു കെ നോട്ട് സീ ദിസ് ഫൂട്ട് ആൻഡ് സീറ്റ, ഓൺലി എ സ്പോർ ബിയറിംഗ് സാക്ക് വിച്ച് ഇസ് നോൺ ആസ് സ്പോറഗോണിയം ഓർ സ്പോർ സാക്ക്. അത് മാത്രമുള്ള ഒരു സ്ട്രക്ചറാണ് സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പോറോഫൈറ്റ് എന്തെന്നാണ് ഉണ്ടായത്? ഡിപ്ലോയിഡ് സൈഗോട്ട് അണ്ടർഗോസ് ഡിവിഷൻ, മൈറ്റോട്ടിക് ഡിവിഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പിന്നെ മെനിമോർ സെൽസ് ഉണ്ടായി. മെനിമോർ സെൽസിലെ ഏറ്റവും പുറമേ ഉള്ള സെൽസ് ഈ സ്പോറോഫൈറ്റിൻ്റെ വോളായിട്ട് മാറുന്നു. അഥവാ ആംഫിതീസിയം എന്ന് പറയുന്നത് സൈഗോട്ടിൽ നിന്നുണ്ടായിട്ടുള്ള ആംഫിതീസിയത്തിൻ്റെ പുറമേ കാണപ്പെടുന്ന സെൽസിനെ ആംഫിതീസിയം എന്ന് പറയുന്നു. ഈ ആംഫിതീസിയാണ് സ്പോറോഫൈറ്റിൻ്റെ വോളായിട്ട് മാറുന്നത്. ഇന്നറിലുള്ള ഈ മാസാണ് സ്പോർ മദർ സെല്ലായിട്ട് മാറുന്നത്. ദിസ് സ്പോർ മദർ സെൽ അണ്ടർഗോസ് മിയോസിസ് ടു ഫോം സ്പോർസ്. സ്പോർ ടെട്രാഡ് ഫോം ചെയ്യും. ദിസ് സ്പോർ ടെട്രാഡാണ് ഞാൻ ഈ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അലോങ് വിത്ത് സ്പോർസ് ദിസ് സ്പോർ എൻഡോതീസിയം വിൽ ഓൾസോ പ്രൊഡ്യൂസ് നേഴ്സ് സെൽസ്. അപ്പോൾ സ്പോറും ഉണ്ട്, നേഴ്സ് സെൽസും ഉണ്ട്. നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടു നർച്ചർ ദിസ് സ്പോർസ്. സ്പോർട്സിന് വേണ്ട ഹെൽപ്പും സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രക്ചറാണ് നേഴ്സ് സെൽസ് എന്ന് പറയുന്നത്. വൺസ് ദ സ്പോർട്സ് വിൽ മെച്യൂർ, നേഴ്സ് സെൽസ് വിൽ എന്ത് ചെയ്യും? ഡിസപ്പിയർ ആവും. കാരണം
ഇവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ടൊക്കെ ചെയ്ത് ഉരുകി തീരുക എന്ന് പറയില്ലേ, അതേപോലെയാണ് ഈ നേഴ്സ് സെൽസിൻ്റെ ഇത്. അപ്പോൾ മെച്യൂർ ആയിട്ടുള്ളൊരു സ്പോറോഫൈറ്റാണ് ഞാൻ ഈ വരച്ചിട്ടുള്ളത്. സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സ്പോറോഫൈറ്റ് ആണ് സ്ട്രക്ചർ, പക്ഷേ ഇവിടെ ഒരു സ്പോർ സാക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്പോറോഫൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് നോക്കാം, ഒരു മെച്യൂർ സ്പോറോഫൈറ്റിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റും. ഇറ്റ് ഹാസ് എ വോൾ which is known as calyptra. ഇതിനൊരു വോൾ ഉണ്ട്, ഒരു വോള്. ഇന്നറിൽ അതിൽ ഒരുപാട് സെൽസ് ഉണ്ടാവും. ആ സെൽസാണ് സ്പോർ ടെട്രാഡ് ആണ്, സ്പോർട്സ് ആണ്. ഈച്ച് സ്പോർ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർട്സ് ആണ്. ഈ സ്പോർട്സ് എന്തെന്നാണ് ഉണ്ടായിട്ടുള്ളത്? എൻഡോതീസിയത്തിൽ നിന്നും. എൻഡോതീസിയം എന്തായിട്ട് മാറി? സ്പോർ മദർ സെല്ലായിട്ട് മാറി. സ്പോർട്സ് അണ്ടർഗോ മിയോസിസ് ടു ഫോം സ്പോർട്സ്. അപ്പോൾ ആംഫിതീസിയം അതിൻ്റെ വോളായിട്ട് മാറി. ഇനി ഈ സംഭവങ്ങളൊക്കെ ഇപ്പം എവിടെയാണ് കിടക്കുന്നത്? ഈ സംഭവങ്ങളൊക്കെ കിടക്കുന്നത് എവിടെയാണ്? ആർക്കിഗോണിയത്തിൻ്റെ എഗ് എന്ന് പറയുന്ന ഈ പോർഷൻ, വെൻഡറിലാണ് കിടക്കുന്നത് അല്ലേ? വെൻഡറിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഡിവിഷനൊക്കെ നടന്ന് ഇപ്പോൾ സ്പോറോഫൈറ്റ് ഉണ്ടായിട്ടുള്ളത് ഈ വെൻഡറിലാണ്. നെക്കും സംഭവങ്ങളൊക്കെ ഡീജനറേറ്റ് ചെയ്ത് പോയി. അപ്പോൾ ഇതിനൊരു ഇതിനൊരു ജാക്കറ്റ് ഉണ്ട്. പുറമേ ഈ വെൻഡറിൻ്റെ സെൽസ് ഒരു ആവരണം പോലെ. അപ്പോൾ 2 പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ട്. ഒന്ന് ഈ വെൻഡറിൻ്റെ സെൽസ് കൊണ്ടുണ്ടായിട്ടുള്ള കവറിങ്, ഒന്ന് സ്പോറോഫൈറ്റിൻ്റെ കവറിങ്. ഓക്കെ, വെൻഡറിൻ്റെ കവറിങ്ങിനെ പറയുന്ന പേരാണ് കാലിപ്ട്ര. അപ്പോൾ കാലിപ്ട്ര എന്ന് പറയുന്നത് gametophytic in origin. Why it is gametophytic in origin? Because it is the venter wall of Archegonium. ആർക്കിഗോണിയത്തിൻ്റെ വെൻഡർ വോളാണ് കാലിപ്ട്ര ആയിട്ട് മാറുന്നത്. ദെൻ ഇറ്റ് ഹാസ് ഗോട്ട് എ സ്പെഷ്യലൈസ്ഡ് സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു കവറിങ് ഉണ്ട്, വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം ആംഫിതീസിയം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സ്പോറോഫൈറ്റിൻ്റെ സ്ട്രക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും എഴുതണം, ഈ ചിത്രം വരയ്ക്കണം, എല്ലാം വേണം. നെക്സ്റ്റ്, ഈച്ച് സ്പോർ എന്ന് പറയുന്നത് യൂണിന്യൂക്ലിയേറ്റഡ് ആണ്, ഹാപ്ലോയിഡ് ആണ്, which has 3 layers: exosporium, middle mesosporium and inner endosporium. During germination there is no special mechanism to liberate the spores. So അതെന്താന്നുള്ളത് നെക്സ്റ്റ് ടൈപ്പ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സ്പോർസ് will be released through this opening and spores may reach suitable substratum where it undergoes ജെർമിനേഷൻ്റെ സമയത്ത് എൻഡോസ്പോറിയം വിൽ കംസ് ഔട്ട് ആസ് എ ട്യൂബ്. ഇതിനെയാണ് ജേം ട്യൂബ് എന്ന് പറയുന്നത്. ജേം ട്യൂബായിട്ട് പുറത്തു വരും. കണ്ടന്റ് മുഴുവൻ ഈ ജേം ട്യൂബിലേക്ക് വരും. ആൻഡ് ഇറ്റ് വിൽ ജെർമിനേറ്റ് ആൻഡ് ഫോം ദ ഗാമറ്റോഫൈറ്റിക് താലസ് ആയിട്ട് മാറും. അപ്പോൾ ഇത്രയാണ് നമുക്കതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ സ്പോറോഫൈറ്റിൻ്റെ സ്ട്രക്ചർ നോക്കുക. സൈഗോട്ട് ഡിവൈഡ് ചെയ്തു, 2n, മൈറ്റോട്ടിക് ഡിവിഷൻ, ട്രാൻസ്വേഴ്സ്, ക്വാഡ്രന്റ് എംബ്രിയോ, മെനിമോർ സെൽസിലെ ഔട്ടർ സെൽസ് ആംഫിതീസിയം, ഇന്നർ സെൽസ് എൻഡോതീസിയം ആയിട്ട് മാറുന്നു. എൻഡോതീസിയം ഇസ് ദ ഫെർട്ടൈൽ മാസ് ഫ്രം വിച്ച് എന്തുണ്ടാകുന്നു? സ്പോർട്സും നേഴ്സ് സെൽസും ഉണ്ടാകുന്നു. നേഴ്സ് സെൽസ്, വെൻ സ്പോർട്സ് മെച്യൂർസ്, നേഴ്സ് സെൽസ് വിൽ ഡിസപ്പിയർ. ആംഫിതീസിയം വിൽ ആക്ട് ആസ് എ സ്പോറോഫൈറ്റിൻ്റെ വോളായിട്ട് മാറുന്നു. Then another special type of sporophytic wall is there, which is derived from venter of gametophyte, which is known as calyptra, and this is spore tetrad. So this is about the structure. ഇനി നമ്മൾ ഈ ഒരു സ്ട്രക്ചർ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെറിയ ഡിഫറൻസുകളേ ഉള്ളൂ ആന്ത്രിഡിയത്തിനും ആർക്കിഗോണിയത്തിനും ഒക്കെ. അപ്പോൾ അത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പറയാനുള്ളത്.